അസ്സലാമലൈക്കും റുബി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് സ്പെഷ്യൽ നോക്ക് കണ്ടോ? ഇന്ന് റുബിത്താത്തൊരു ബർത്ത്ഡേ. എല്ലാവരും കമന്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് തന്നെ ഇന്ന് നമുക്ക് കേക്ക് മുറിച്ചാലോ ഗായ്സ്. ഞങ്ങൾ കേക്ക് മുറിക്കാണ്. മുറിച്ചാലോ? എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ വിളിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മറിഞ്ഞാൽ തരാം. അല്ല മതി ബാത്തു കൊടുക്കൂ റുബിത്താത്തക്ക്. താങ്ക് യു. നേരായില്ല ഗൈസ്. അപ്പൊ ഇതെല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇതെല്ലാം ചെയ്തിക്കണ നിഹാലും പിന്നെ എൻ്റെ മീനും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ കണ്ടാലോ? നല്ല രാത്രി ബിരിയാണി. ആദ്യം ഉമ്മ ചില്ലി ചിക്കൻ പൊരിച്ചൊരു എണ്ണ ഒഴിച്ചു. പിന്നെ ഞങ്ങൾ പട്ടഗ്രാമ്പ് ഇട്ടു, നല്ല ഉള്ളി ഇട്ടു. പിന്നെ കണ്ടാട്ടൊക്കെ ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് എന്താ പറയുക, അതന്നെ കേട്ടോ ആ എണ്ണ കാരനാണേ. പിന്നെ എന്താ ചെയ്ത്, പിന്നെ ഞങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. പിന്നെ ഇഞ്ചി ചതച്ചത് അതൊക്കെ ചതച്ചാ കേട്ടോ. പിന്നെ തക്കാളി ഇട്ടു, ടൊമാറ്റോ മിക്സ് ചെയ്തു. പിന്നെ 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 എന്താണ്, പിന്നെ ഞങ്ങൾ മുളക് പൊടി ഇട്ടു. പിന്നെ തൈര് ഒഴിച്ചു, നല്ല മിക്സ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ ഇട്ടു. എന്നിട്ട് അളക്കുക അളക്കുക അളക്കുക, അങ്ങനെയല്ലോ മിക്സാക്കുക. പിന്നെ ഇതെന്താ? മല്ലിച്ചപ്പ്. അതിന് വേറെന്താ പറയോ? ഒന്നും പറയില്ലല്ലോ. മല്ലിച്ചപ്പ് തന്നെ ഇവിടെ പറയാ. അവിടെയൊക്കെ എന്താ പറയാ? കമന്റ് ചെയ്യണേ. പിന്നെ വാട്ടർ ഒഴിച്ചു, പിന്നെ അരി ഒഴിച്ചു, അരി ഇട്ടു, മുടി വെച്ചു. പിന്നെ എന്തിനെങ്ങനെ വളർക്കണ് ഗൈസ്? അടപ്രഥമന ഗൈസ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞോണ്ട് കോട്ടെ. പിന്നെ ഞങ്ങൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നു. കൊണ്ടു എത്ര അങ്ങനെ എണ്ണ മതിപ്പ, നിർത്ത്. എണ്ണ മുക്കി. പിന്നെ ഞങ്ങൾ ചില്ലി ഇട്ടു. ചിക്കൻ ഇട്ടു ഗൈസ്. ചിക്കൻ ചില്ലി പറക്കണക്ക. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? ബിരിയാണി കേട്ടോ. കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചാലോ? നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കിയിരുന്നു. ഉമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കണ്. അപ്പൊ കഴിക്കാം നമുക്ക് കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിൽ ഇടുന്നുണ്ട്, എല്ലാരും കാണണേ. കല്ലോ. നമുക്ക് ടേസ്റ്റ് ആവാ. എന്താണ് കഴിക്ക് ഫുഡ്? അപ്പൊ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കേട്ടോ. അപ്പൊ അതിന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നിരുന്നു ഗൈസ്. അപ്പം പിന്നെ ഒരു കാര്യം കാണിച്ചിട്ട് നോക്കാം, കണ്ടോ? പിന്നെ അതിന്റെ ഷെയർ കേട്ട ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഒരു ഫുഡ് കഴിക്കാണ്. അവരിപ്പം കുറച്ച് നേരത്തെ വന്നത്. അപ്പൊ അവർ കൊടുന്നാണ് രാവിലെ വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വരണം. അപ്പൊ അവര് വന്നായിരുന്നു. നല്ല സന്തോഷായി. അപ്പൊ ഒരു രാവിലെ അങ്ങനെയല്ല കേട്ടോ. എന്താ കാക്കുന് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പോയതാണ്. അയ്യോ, അപ്പൊ റുബിത്താത്ത നമുക്ക് പാട്ട് പാടിത്തരും കേട്ടോ. പാടിക്കോ. അതെ. കൊഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗളം നല്ല പെണ്ണെ, എടിലേ ഇച്ചടുത്ത് വന്ന് ഞാൻ നിൽക്കും. ആ മരത്തെ തലയിനെ ചേർത്തു, ആ കലത്ത് മുത്തങ്ങ നൽകും. എടിലേ ഇനി കണ്ണ നാളെ തൊട്ട് എൻ്റെ കൽബിനുള്ളിൽ നിന്നും ഒരു പൂങ്കിനാവുരിച്ചു. അത് സ്നേഹമായല്ലേ. ലൈല നീ എൻ്റെതല്ലേ.
കൈസേ കൈസേ എടി കൈസേ കൈസേ നീ എന്റേതല്ലേ കൊഞ്ചലെ കൊഞ്ചലെ പെണ്ണെ നീ തുള്ളിക്കളിക്കലെ പെണ്ണെ നിന്റെ മംഗലം വന്നുള്ള പെണ്ണെ എടി ലൈലേ ലൈലേ പള്ളിക്കൂടം കാലം തൊട്ട് കത്തിരുന്നു നിന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ആശകൾ കാണായി. കഴിഞ്ഞിരിക്കുന്നു ഗൈസ് പാട്ട് പക്ഷെ എന്താണെന്നറിയോ, ഞാൻ എല്ലാം പാടുമ്പോൾ കരോക്കെ വെച്ചിട്ടും ലിറിക്സ് നോക്കിയിട്ടോ പാടാം. അപ്പം അങ്ങനെ പറയുമ്പോഴേക്ക് നേരെ അടിപൊളിയായിട്ട് പാടാൻ പറ്റും. പക്ഷെ ഇപ്പം അതാർക്കും ആയാലും പറ്റുന്ന കൈ ഇങ്ങോട്ട് ചെറിയൊരു പൊക്കിത്തരാണ് കൈ അല്ലേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ. എൻ്റെ ബിക്ക് വീഡിയോ തുടങ്ങി 1 മിനിറ്റ് ആകുമ്പോഴേക്കും വൈൻഡപ്പ് ചെയ്യല്ലേ അവിടെ പഠിച്ചു വെച്ചിക്കല്ലേ. നമ്മളെന്താ പറയാ? പിന്നുണ്ടല്ലേ ഗൈസ്, മിനി എനിക്കൊരു ഗിഫ്റ്റ് തന്നു. കാണിച്ചു തന്നില്ലല്ലോ. ഹാർട്ടിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് ഓർമ്മ ഉണ്ടല്ലേ പറയാവുന്നതാണ്. യൂണിക്കോണിന്റെ ബോക്സ്. അതിന്റെ പിറ്റത്തെ ബർത്ത്ഡേക്ക് നെക്ലസ് വാങ്ങി തന്നില്ലേ? നമുക്കെല്ലാം പൂച്ചക്ക് കൊടുത്ത പോലെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങോട്ടൊന്നും ഇല്ല. ഞാനൊരു ബൊക്ക അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടതല്ലേ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല. അത്രയും കഴിച്ചാലും ഷുഗർ വരില്ല. എന്താ ചോക്കിന്റെ ഹാമ്പർ. വലിയ കുട്ടിയായിട്ട് സുബിതാത്തിന് നിങ്ങളുടെ വലുതാവാൻ പോണ്. 24 വയസ്സായില്ലേ? ഞാൻ വേറൊരു പാട്ട് പാടാട്ടോ. എനിക്ക് കാക്കുമാര് പറഞ്ഞാണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടിട്ട് ആ പാട്ട് പഠിച്ചുതരാം. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻകാരി വന്ന് കഥ ചൊല്ലണ്, ഇനി കാട്ടിച്ചോരക്കിളിയേ കനവാകും കരനീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓരഞ്ഞാലിക്കിളിയേ. നിറമുഴുകിയതൊരു ദിനമല്ലേ, നിറമയലൊഴിഞ്ഞത് വനമേ, പതറിയ ചില ചുവടിന് പോലും കരരുരുകിയ കഥയറിയാം. ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി, പശിയറിയാതെ യൂട്ടാം നിറമാർച്ചുരന്നമ്മ തിരിമുറിയാതെ അല ഇടറാതെ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എനിക്കാരി വന്ന് കഥ ചൊല്ലണ്, ഇനി കാട്ടിച്ചോരക്കിളിയേ. മിഴികളിൽ ഒരു കടലിളക്കുമ്പോ പുഞ്ചിരിയൊരു മറയാക്കും, മനത്തോരാ മഴ പെയ്താലും ചെറുതെന്നൽ കുളിരേക്കും, അരുമയോടും തഴുകാം ആ പടി കടന്നിനി വരുമോ, അനുദിനം എൻ്റെ കുടിലിൽ വറുതിയാണെന്ന് തുണയായി, കനൽ വഴി പോലും കവിതകളാ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എനിക്കാരി വന്ന് കഥ ചൊല്ലണ്, ഇനി കാട്ടിച്ചോരക്കിളിയേ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഫ്രണ്ട്സ്